ഡിഗ്രി പഠിച്ചത് BCA ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് MCA റൂട്ട് തിരിഞ്ഞ് പോകേണ്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാനൊരു മനസ്സോടെയാണ് MBA എന്നുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. പിന്നെ പഠിച്ചു തുടങ്ങി. മാർക്കറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ് എൻ്റെ ഉള്ളിലോട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിനോടൊരു ഇഷ്ടവും അഭിനിവേശവും തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയെങ്കിലും ഹെൽപ്പ് എടുത്തില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോകുന്നൊരു ഡൗട്ട് വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു കോച്ചിങ് നോക്കാമെന്നുള്ള രീതിക്ക് എടുത്തത്. അല്ലെങ്കിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് വഴുതി മാറി അത് കണക്ഷൻ ഇല്ലാതെ ഒരു കോൺസെപ്റ്റിലോട്ട് പോകും. ഞങ്ങൾ യൂഷ്വലി ക്ലാസ്സിൽ ആയാലും ലൈഫിലായാലും അങ്ങനെ ഒരു സംഭവം പോലെ വന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വഴുതി മാറി വേറൊരു കോൺസെപ്റ്റിലോട്ട് പോകുമ്പം പോലും ഞങ്ങൾ ആ വേർഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ോടൊപ്പം ഉള്ളത് ദേവികയാണ്. നെറ്റ് ജൂൺ 2025 സൈക്കിളിൽ മാനേജ്മെന്റ് സബ്ജക്റ്റിൽ PhD അഡ്മിഷന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി നേടിയ വിദ്യാർത്ഥിനിയാണ്. ദേവികയുടെ പഠന വഴികളും നെറ്റിലേക്കും JRFലേക്കും എയിം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ചില പഠന ടിപ്പുകളും നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഗതം ദേവിക. താങ്ക് യു സർ. ദേവിക പഠിച്ചു വന്ന വഴികൾ എങ്ങനെയായിരുന്നു? MBA എവിടുന്നാ ചെയ്തത്? ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് നെറ്റിന്റെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രത്ത് തന്നെയാണ് എൻ്റെ വീടും. ഞാൻ എൻ്റെ ഡിഗ്രിയും PG ചെയ്തത് ട്രിവാൻഡ്രത്താണ്. എൻ്റെ PG ചെയ്തത് ഇവിടെ പള്ളിപ്പുറത്ത് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു. എൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നത് മാർക്കറ്റിംഗ് HR ആണ്. പക്ഷെ എന്നാലും മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിനോടാണ് കൂടുതൽ ഇഷ്ടം. നേരത്തെ ആണെങ്കിൽ പോലും MCA ഞാൻ ഡിഗ്രി പഠിച്ചത് BCA ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് MCA റൂട്ട് തിരിഞ്ഞ് പോകേണ്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാനൊരു മനസ്സോടെയാണ് MBA എന്നുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. പിന്നെ പഠിച്ചു തുടങ്ങി. മാർക്കറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ് എൻ്റെ ഉള്ളിലോട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിനോടൊരു ഇഷ്ടവും അഭിനിവേശവും തുടങ്ങി എനിക്ക്. അതിനുശേഷം ഞാൻ കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുമായിരുന്നു. വോഡഫോൺ ഐഡിയയിൽ ആദ്യം ട്രിവാൻഡ്രം ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പയ്യന്നൂർ അവിടുത്തെ ടെറിട്ടറി സെയിൽസ് മാനേജറായിരുന്നു ഞാൻ സെയിൽസിൽ. ഇത് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ബേസിക്കലി ഒരു ലക്ഷ്യവും മാർഗവും ഇല്ലാത്ത ഒരു രീതിയാണ്. എനിക്ക് സിലബസ് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം സിലബസ് കാണുന്നത് പ്രിൻ്റ് എടുക്കുന്നത്. സാറായാലും സാറിൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ എപ്പോഴും പേപ്പർ 1 പേപ്പർ 2 സിലബസ് കൈ വേണം. അത് വെച്ചൊരു ഫോക്കസ്ഡ് സ്റ്റഡി നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റിന് നോക്കുമ്പം ഞാൻ പലതും കറക്കി കുത്തിയാണ് കിട്ടുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു കോൺസെപ്റ്റ്, ലോജിക്കൽ പോലത്തെ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. മാത്സ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. മാത്സ് ഞാനൊരു ഭീകര സ്വപ്നം പോലെയാണ് മാത്സിനെ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 എനിക്ക് പഠിക്കാൻ പറ്റുമെന്നൊരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ നിന്നതാണ് സത്യം പറഞ്ഞാൽ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് പഠിക്കാൻ പറ്റും. പിന്നെ അറ്റ് പോയിന്റ് എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയെങ്കിലും ഹെൽപ്പ് എടുത്തില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോകുന്നൊരു ഡൗട്ട് വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു കോച്ചിങ് നോക്കാമെന്നുള്ള രീതിക്ക് എടുത്തത്. അത് ഐ തിങ്ക് മാർച്ച് എൻഡിലായിരുന്നു ആ ഡിസിഷൻ എടുത്തത്. റാൻഡംലി ഞാൻ ഇൻസ്റ്റയിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ iPlusന്റെ ഇത് കണ്ടത്. അപ്പോൾ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയപ്പം റിസൾട്ട്സ് എല്ലാം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അവർക്ക് എറണാകുളം ബാച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങി. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് ഞാൻ വന്നത്. കാര്യം കോളേജ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരു ഫിസിക്കൽ ഒരു ക്ലാസ് ഇരുന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എങ്ങനെ ആവും എന്നൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഒരു നൈസ് എൻവയോൺമെന്റ് ആയിരുന്നു. വന്നു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഡൗട്ടൊക്കെ മാറിയോ? നമ്മുടെ ക്ലാസ്സിലെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? ക്ലാസ്സിലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണ്. ക്ലാസ്സിൽ നമ്മളുടെ പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരും പല സബ്ജക്റ്റിലും പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അവിടെ വന്നിരിക്കുമ്പം ആ ഫീൽ അവിടെ തോന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ആണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്സ് അറിയാത്ത കുട്ടികൾക്ക് മാത്സ് അറിയാവുന്ന ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ചതിന് ശേഷം ഓരോ യൂണിറ്റിൻ്റെ ആയിട്ട് നമ്മൾ ഒരു റിവിഷൻ പോലെ ചെയ്യും. ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കും. ലോജിക്കൽ എന്നുള്ള സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ എനിക്ക് അറിയില്ല, അതെനിക്കൊരു ഏലിയൻ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ലോജിക്കൽ റീസണിങ് ആണ്. പഠിച്ചത് എന്ന് വെച്ചാൽ പല ടേംസും ഞങ്ങളുടെ ലൈഫിൽ വെച്ച് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് കാര്യം.
ഫെലസി ആണെങ്കിലും ഫാലസിയാലും ഈ റെഡ് ഹെയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് വഴുതി മാറി അത് കണക്ഷൻ ഇല്ലാതെ ഒരു കോൺസെപ്റ്റിലോട്ട് പോകും. ഞങ്ങൾ യൂഷ്വലി ക്ലാസ്സിൽ ആയാലും ലൈഫിലായാലും അങ്ങനെ ഒരു സംഭവം പോലെ വന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വഴുതി മാറി വേറൊരു കോൺസെപ്റ്റിലോട്ട് പോകുമ്പം പോലും ഞങ്ങൾ ആ വേർഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സിലെ മെൻറ്റേഴ്സ്, ടീച്ചേഴ്സ്, ആതിര മിസ് ആയാലും അഭിജിത്ത് സാറായാലും അവർ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മളെ ഇരിക്കുന്നത്. അതായത് നമ്മളെങ്ങനെ ഫോഴ്സ് ചെയ്ത്, നമുക്കതിൻ്റെ പ്രായവും കഴിഞ്ഞു, അതാണ് സത്യം. പക്ഷെ എന്നാലും നമ്മൾക്ക് പഠിച്ച് ഞങ്ങൾ നേടണമെന്ന് ഞങ്ങളെക്കാളും വല്ലാത്തൊരു ആഗ്രഹവും ഒരു താല്പര്യവും അവർക്കുണ്ട്. കാര്യം മിസ്സിനായാലും മിസ് ഇരുന്ന് പറയും കുട്ടികളെ പഠിക്കണം 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 എന്ന് മിസ്സ് നമ്മളെ പിറകെ ഒന്ന് ഫോഴ്സ് ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞാൽ മിസ്സിന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. കാര്യം ഞങ്ങളെല്ലാവരും 22 മിനിമം 23-24 എബോ ഏജ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പം മിസ്സ് ആയാലും നല്ലൊരു കെയർ കൊടുത്ത് പഠിപ്പിക്കണം. സാറിൻ്റെ ആയാലും ക്ലാസ്സസ് നല്ലതായിരുന്നു. സാറിൻ്റെ മാത്സ് ക്ലാസ്സസ് ആയാലും സാറ് ടിപ്സും ട്രിക്സും നമുക്ക് പറഞ്ഞുതരും. അല്ലെങ്കിൽ സാറ് നമുക്ക് ക്ലാസ്സസിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. അതായത് പെട്ടെന്ന് ഞാൻ ഇതിന് മുന്നത്തെ ഒരു രീതി നോക്കുമ്പം ഇരുന്ന് മാനുവലി ഓരോന്നും ഇരുന്ന് ചെയ്ത് നോക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കാണുമ്പോൾ അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്പറിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ ഞാനായാലും നേരത്തെ ചെയ്യുന്ന ആ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഒരു 4 മെയിൽസ് 5 ഫീമെയിൽസ് ഉണ്ട്. അതിൽ മൊത്തം ടോട്ടൽ നമ്പർ എത്രയാണെങ്കിൽ ഫീമെയിൽസിൻ്റെ നമ്പർ എത്രയാണ്, ഞാൻ ആ 4/9 ഇൻറ്റു ആ നമ്പർ അതിട്ടാ ചെയ്യുന്നത്. ഇപ്പം പെട്ടെന്ന് നോക്കി മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇത്ര നമ്പറിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എത്ര, നേരത്തെ ആണെങ്കിൽ ആ മാനുവൽ കാൽക്കുലേഷൻ ചെയ്യും. ഇപ്പം ആ നമ്പറിൻ്റെ 10% ഇത്ര, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 40 ആകുമ്പോൾ ആ 10 × 4 ആ 10% എത്രയാണ്, അപ്പം അതിൻ്റെ 4 എന്നുള്ള നമ്പർ ഇട്ട് ഓട്ടോമാറ്റിക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഞാൻ ഒന്നും നോക്കി പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒന്നും ഓർമ്മയില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ ടച്ച് മൊത്തം പോയി. ഞാൻ പ്യുവർ സെയിൽസ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് എൻ്റെ ടച്ചും എല്ലാം എനിക്ക് പോയി. എനിക്ക് ഇത്തവണത്തെ അറ്റംപ്റ്റിൽ എൻ്റെ മാനേജ്മെൻറ്റ് ടീച്ചറായ ലക്ഷ്മി മിസ് ആയാലും മിസ്സും നല്ല രീതിക്കാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ക്ലാസ്സസിൻ്റെ എണ്ണം ഓൺലൈൻ ആയതുകൊണ്ട് റിസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ പോലും മിസ്സ് ആ ടൈം കൺസ്ട്രെയിനിനുള്ളിൽ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ ആ രീതിക്ക് മിസ്സ് പഠിപ്പിക്കും. അതായത് ഓഫ്ലൈൻ നമ്മളുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഓഫ്ലൈൻ ക്ലാസ് ആയാലും മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് ആയാലും മിസ്സ് നമുക്ക് ആദ്യം പഠിപ്പിച്ച എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ചിലപ്പം അതിൽ 2-3 ഓപ്ഷൻസ് അറിയായിരിക്കും. അത് വെച്ച് ചിലപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. നമുക്ക് ആ എക്സ്ട്രാ ടൈം നമുക്ക് അവിടെ സേവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ടൈം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനും ഗ്രാസ്പ് ചെയ്തെടുക്കാനും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഭയമുണ്ടായിരുന്നൊരു സബ്ജക്റ്റിനെ പേടി മാറിയെടുക്കാനൊക്കെ സഹായിച്ചതും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വന്നതും ഒക്കെ കുട്ടികൾക്കൊരു ടേക്ക് അവേ ആണ്. ഈ പഠിച്ച ജേർണിയിൽ എന്ത് കാരണം കൊണ്ടാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ നെറ്റ് അല്ലെങ്കിൽ JRF നേടാനാകാതെ പോയതെന്നാണ് ദേവികയുടെ ഒരു അനാലിസിസ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, പരാജയങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നുള്ളത്. റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഏത് യൂണിറ്റ് ആയിരുന്നു വീക്കായിട്ടുള്ളത്? റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് പേപ്പർ 1 ഓൾമോസ്റ്റ് എനിക്കൊരു 30-31 മാർക്സ് ക്വസ്റ്റ്യൻസോളം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് നോക്കുമ്പോൾ. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ഞാൻ പേപ്പർ 1 കൊടുത്തി. ഞാൻ ഇടയ്ക്ക് വെച്ച് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എടുത്തത് ഒരു മാർച്ച് എൻഡോടെ ആയിപ്പോയി, കുറച്ച് വൈകിപ്പോയി. വൈകിപ്പോയത് ഒരു തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ എനിക്ക് ക്ലാസ്സിൽ കയറിയപ്പോൾ എനിക്ക് പിന്നെ തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്തവണ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ പിന്നെയും തുടങ്ങിയപ്പോൾ സാറ് സാറിൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു റിസൾട്ട് ഡിഫറൻസ് കാണിക്കുന്നത് ആ റിസൾട്ട് വന്ന് നമ്മൾ എക്സാം എഴുതി റിസൾട്ട് വന്ന ടൈമിനിടയ്ക്കാണ് കുട്ടികൾ ഒത്തിരി അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നുള്ള സാർ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയോണ്ട് ഞാൻ പ്രോപ്പറായിട്ട് എടുത്തു, ഇപ്പം ക്ലാസ്സസ് എടുത്ത് തുടങ്ങി. ഒരുപാട് സന്തോഷം. ആ ഒരു പലപ്പോഴും കുട്ടികൾ വരുത്തുന്ന ഒരു പോരായ്മ ഈ പേപ്പർ 2 പ്രാധാന്യം കൊടുക്കാതിരിക്കുക.
ഞാൻ ക്ലാസ്സിലാണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളോടും പറയുന്നു, 1:2 എന്നുള്ള റേഷ്യോയിൽ വേണം ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ദിവസം ഇവിടെ ഫുൾ ഡേ പേപ്പർ 1 അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ദിവസം പേപ്പർ 2 പഠിക്കണം. അത്രയും സാധിച്ചില്ലെങ്കിൽ പോലും ബാക്കി ആഴ്ചയിലെ 4 ദിവസം പേപ്പർ 2-നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണല്ലോ നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പേപ്പർ 2 ഈ സൈക്കിളിലേക്ക് ദേവിക പോകുമ്പോൾ 1-2 സജഷൻസ് ദേവിക തന്നെ തിരിച്ചറിഞ്ഞ കാര്യം വളരെ നന്നായിട്ടത് മനസ്സിലാക്കുകയും അതിൽ ആക്ഷൻ എടുക്കുകയും ചെയ്തു. പലപ്പോഴും ആളുകൾ തിരിച്ചറിവ് മാത്രം എന്നുള്ള സ്റ്റെപ്പിൽ നിർത്തും, പകുതി ജേണി ആയുള്ളൂ. ക്ലാസ് തുടങ്ങിയ ദിവസം തൊട്ട് തന്നെ ദേവിക ക്ലാസ്സിൽ വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. സന്തോഷം. ഈ ഒരു ഇനീഷ്യേറ്റീവ് 4-5 മാസം നിലനിർത്താൻ പറ്റിയ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. കാര്യം നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. നമ്മൾ പഠിക്കാതെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ്. ദേവിക അതിലൊരു നല്ല ആക്ഷൻ എടുത്തതിൽ എനിക്ക് ഇമ്മൻസ് ആയിട്ടുള്ള സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ കാണുന്ന കുട്ടികളും നിങ്ങളെല്ലാവരും കോച്ചിങ് എടുക്കണമെന്നോ I+ൻ്റെ ഒരു പ്രാധാന്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും എത്രയും നേരത്തെ തുടങ്ങാവൂ. ഇന്നലെ തുടങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനിയുള്ള ബെസ്റ്റ് ഡേ ഇന്നാണ്. നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങിയാലും അതുപോലെ കഴിഞ്ഞു പോയതോർത്ത് വിഷമിക്കുന്നതിലും യാതൊരു അർത്ഥവും ഇല്ല. ഇന്ന് മുതൽ തുടങ്ങുക, നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ദേവികയ്ക്ക് വിദ്യാർത്ഥികളായിട്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, ഇനിയും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ സെയിൽസ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം ഭയങ്കര ടഫാണ്. ഞാൻ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ ടൈം ഫ്രെയിമിൻ്റെ ഇടയ്ക്ക്. എൻ്റെതെന്ന് വെച്ചാൽ ഒരു ടൈം കൺസ്ട്രെയിൻ ഇല്ലാത്തൊരു ജോലിയായിരുന്നു. ബേസിക്കലി ഒരു 24 hour ആ രീതിയിലുള്ള ഫോമാറ്റ് ആയിരുന്നു. എനിക്ക് ആ രീതി ഉള്ളതുകൊണ്ട്, എനിക്ക് പഠിക്കണം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് റിസൈൻ ചെയ്ത് വരേണ്ടി വന്നു. ഒത്തിരി വിമർശനങ്ങൾ വന്ന ഒരു സംഭവമാണ് ഒരു ഹൈ പേയിങ് ജോബ്, അതും ഒരു ഫ്രഷറായിട്ട് ഫസ്റ്റ് ജോലിക്ക് കയറിയത്. ജോലി നിർത്തിയിട്ട് വന്നതിൻ്റെ ഒരു വിമർശനം കാര്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്, നിങ്ങളെ ലക്ഷ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആളുകൾ പലതും പറയും. ആളുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് സെറ്റേ പോകും. തൊട്ട് മുന്നത്തെ പോലും എനിക്ക് ഏറ്റവും ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഒരു ഫ്രീസ് ആയിപ്പോയ അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു ജോലി ചെയ്യുന്നു, അവർ നല്ലൊരു നിലയിൽ കയറി പോകുന്നു, ഞാൻ വാട്ട് ഇസ് മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരാം. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണ്ട. നെറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുക. കാര്യം നെറ്റ് കിട്ടുക എന്നുള്ളൊരു ഈസി ടാസ്ക് അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിന് എൻഡിലൊരു സ്വീറ്റ് റിവാർഡാണ് നിങ്ങൾക്ക് ആ നെറ്റ് കാണുമ്പോൾ താഴെ ക്വാളിഫൈഡ് ഫോർ JRF അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഫോർ നെറ്റ് എന്നൊരു സംഭവം കാണുമ്പം നിങ്ങൾക്ക് തന്നെ പറയാം, ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നിന്നു, എനിക്ക് അതിനുള്ള ഫലം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. അതിൽ നിങ്ങൾ ഒരു പേടിയോ സെൽഫ് ഡൗട്ടോ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജേർണി ഫോക്കസ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയും. അത് ദേവിക ആ ഒരു ക്വാളിഫൈഡ് ഫോർ JRF എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൻ്റെ ടോണൊന്ന് ഉയർന്നതും കണ്ണിലെ ഒരു തിളക്കവും ഒക്കെ എനിക്കിവിടെ ഇരുന്ന് കാണാമായിരുന്നു. തീർച്ചയായിട്ടും ആ അഭിമാന നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഈ ഒടുവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്കും എൻകറേജ്മെൻ്റ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. മുന്നോട്ടുള്ള ജേർണിയിലും എല്ലാ നന്മകളും വിജയവും സന്തോഷവും ആശംസിക്കുന്നു. താങ്ക് യു.